നമസ്കാരം. ഇത് മാതൃഭൂമിയുടെ ഒരു ഓൺലൈൻ പത്രമാണ്. ഇവിടെ ഒരു വാർത്ത നമുക്ക് കാണാം. സുദർശൻ ചക്ര മിഷൻ വരാനിരിക്കുന്ന അയൺ ഡോമിനെ വെല്ലുന്ന ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ സംവിധാനം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കുറച്ച് പാരഗ്രാഫായി താഴെ ആ വാർത്ത വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ആവശ്യം ഈ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം, ഇതിലെ ടെക്സ്റ്റ് മാത്രം കോപ്പി ചെയ്ത് എൻ്റെ സുഹൃത്തിന് സെൻഡ് ചെയ്യണം. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു വാർത്ത നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെൻഡ് ചെയ്യാം. അതായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമുക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എനിക്ക് ആവശ്യം ആ ഒരു പാരഗ്രാഫിലെ ടെക്സ്റ്റ് മാത്രം കോപ്പി ചെയ്ത് എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഇതുപോലെ വല്ല ഷെയറിങ് ഇതുപോലെ ടെക്സ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് ഏതെങ്കിലും മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ദയവായി ഇവിടെ കമൻറ്റ് കൂടി ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ കോപ്പി നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്താൽ മതി. അത് സുഹൃത്തിന് സെൻഡായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട എന്താണ്, ആ പാരഗ്രാഫിലെ ടെക്സ്റ്റ് മാത്രം കോപ്പി ചെയ്യണം അല്ലേ. ഇനി ഇത് ഈ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ സെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കണ്ട, ഇവിടെ കോപ്പി സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ശേഷം അത് അയച്ചു കൊടുക്കേണ്ട സുഹൃത്തിൻ്റെ പ്രൊഫൈൽ എടുക്കുക, വാട്സപ്പ് പ്രൊഫൈൽ എടുക്കുക, അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ആ വാർത്തയുടെ മുഴുവൻ ലിങ്ക് ഉൾപ്പെടെയാണ് സെൻഡ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് മാത്രം സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരുന്നത്. കണ്ട, അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം അത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ശേഷം നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ ലെൻസ് എടുക്കുക. ഗൂഗിളിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ഗൂഗിൾ ലെൻസ്, ആ ക്യാമറ ചിഹ്നം എടുക്കുക. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്തില്ല, ആ സംഭവം ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ശേഷം ഇത് സെലക്ട് ചെയ്യുക. കണ്ട, ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം കോപ്പി ചെയ്യുക. ഇനി ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവർക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് ആ ടെക്സ്റ്റ് രൂപത്തിൽ ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇങ്ങനെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് ഇവിടെ തന്നെ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷനുണ്ട്. ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്. എന്താണോ തിരുത്തേണ്ടത് നമുക്ക് തിരുത്തിയിട്ട് സുഹൃത്തിന് സെൻഡ് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ ആ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുതരാം. അതായത് ഈ ഗൂഗിൾ ലെൻസ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേജ് നമ്മളിതുപോലെ ഫോട്ടോ എടുത്ത ശേഷം അതിൽ ടെക്സ്റ്റ് മാത്രം കോപ്പി ചെയ്യാനായിട്ട്, ഒരു പുസ്തകത്തിലെ പേജ് നമുക്ക് ഇതുപോലെ ടെക്സ്റ്റാക്കി മാറ്റാനായിട്ട് ആ പേജ് മാത്രം എടുക്കുക. അതായത് ആ പേജ്, പുസ്തകത്തിൻ്റെ ആ ഒരു പേജ് നമ്മൾ എടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ പേജ് ഞാനിങ്ങനെ വെച്ചിരുന്നു. കണ്ടോ കണ്ടോ. ഇനി ഇതിൽ ടെക്സ്റ്റ് ഇതുപോലെ നമ്മൾ കോപ്പി ചെയ്താൽ മതി. ഇതുപോലെ ടെക്സ്റ്റ് കോപ്പി ചെയ്ത ശേഷം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ അയച്ചു. അപ്പോൾ എത്ര വലിയ പുസ്തകമാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കോപ്പി ചെയ്യാനായിട്ട് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇതിപ്പോൾ ആ ഒരു പുസ്തകത്തിലൊരു പേജാണ്. ആ പേജിനകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും